ക്യാരക്ടറിന് വേണ്ടി ഒരു പ്രിപ്പറേഷനോ ഒന്നിനും ശ്രമിക്കേണ്ട. നിങ്ങളായിട്ട് എൻ്റെ മുമ്പ് വന്ന് നിന്ന് തന്നാൽ മതി. ബാക്കി ഞാൻ നിങ്ങളെ യൂസ് ചെയ്തോളാം, അതെനിക്കറിയാം. ഒരു ഗവൺമെൻറ് ജോലി ക്വിറ്റ് ചെയ്തിട്ട് ആക്ടിങ്ങിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഡിസിഷനാണ്. ആ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ച ഘടകം എന്തായിരുന്നു ചേട്ടനെ? കോൺഫിഡൻസ്, അത് മാത്രമേ ഉള്ളൂ. കളങ്കാവലിനുണ്ട്. കളങ്കാവലിൽ എങ്ങനെ മമ്മൂട്ടിയായിട്ട് കോംബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? കോംബോയ്ക്ക് അപ്പുറത്തേക്ക് കുറേ ദിവസം നമ്മൾ ഏറ്റവും കൊതിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് കളങ്കാവലിലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആ സീൻ കാണുന്ന എല്ലാവരും എനിക്കൊന്നും ചെയ്യേണ്ട ഫാനായി പോകും. അതൊക്കെ പിള്ളേരിങ്ങനെ നോക്കി പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ ഊബർ എത്തി ഞാൻ കയറാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇവർ ഊബറിൻ്റെ കുറുകെ കൊണ്ടുവന്ന് ബൈക്ക് നിർത്തിയിട്ട് ചേട്ടാ ജസ്റ്റ് ഒന്ന് കണ്ടോട്ട് കേട്ടോ, അത് കൺഗ്രാറ്റ്സ് പറയാനാണ് എന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞു. ഭയങ്കര സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. അവർക്കാർക്ക് വിശ്വസിക്കാൻ വയ്യായിരുന്നു. ഒരു പോലീസുകാരനായി ഞാനൊരു കടൽ മത്സ്യത്തൊഴിലാളിയായിട്ട് അഭിനയിച്ചത് ഞാൻ തന്നെയാണെന്നുള്ള പേരിൽ പലരും അന്വേഷിച്ചു വന്നായിരുന്നു. ചെയ്യുന്ന ഓരോ മൊമെൻറ്റും അഭിനയിക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാം എനിക്ക് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റുകളാണ്. ക്യാമറ ഇങ്ങനെ പാൻ ചെയ്തൊന്ന് ഞാൻ ഇങ്ങനെ എന്താ ഒരു സ്റ്റേ ആയി ക്യാമറ. അപ്പോൾ അവിടത്തേക്ക് ലാലട്ട അതിങ്ങനെ എൻ്റെ വന്ന് ഇങ്ങനെ സ്ലോ ആയി നിൽക്കുകയാണ് സാധനമാണ്. ഞാനങ്ങ് ഞെട്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കാര്യം എന്നെ ആദ്യമായിട്ട് ശ്രീകുമാർ തിയേറ്ററിലെ ആ വലിയ സ്ക്രീനിൽ ഇങ്ങനെ നിറച്ചങ്ങ് നിർത്തിയേക്കാണ്. എൻ്റെ അമ്മേ, എനിക്ക് വേറെ ചുറ്റും ഒന്നും കാണാൻ വയ്യ, ഒന്നും അറിയാൻ വയ്യ. നല്ല രീതിയിൽ ചീത്തവിളി പറഞ്ഞിട്ടുണ്ട്, അതും എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഈ ലാലേട്ടൻ്റെ മകൻ്റെ കൂടെയാണ് ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കുകയും ചെയ്തത്. അതൊരു ഭയങ്കര ഒരു എന്താ പറയാനാ, അതൊക്കെ ഈ വിധിയുടെ വിളയാട്ടം. ഇന്നത്തെ ലോകം അറിയുന്ന വേടന് മുമ്പുള്ള വേടനെയാണ് എനിക്കറിയുന്നത്. ദിലീപേട്ടൻ മെസ്സേജ് അയച്ചിരുന്നു, ഇവിടെ അത് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. മമ്മൂട്ടി സാർ പടം കണ്ടിട്ടില്ല, പക്ഷെ ഇന്നലെ ഞങ്ങൾ അവാർഡ് എൻ്റെ ഭാഗമായിട്ട് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ചെന്ന് കണ്ടപ്പോഴത്തേക്കും നിൻ്റെ സിനിമ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, നന്നായി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡിയസിറയിലെ ഒരു കഥാപാത്രമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഡിയസിറയിലെ മധു. വെൽക്കം ചേട്ടാ. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് തോന്നുന്നത്? ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല, ബേസിക്കലി പ്രണവും പിന്നെ നമ്മുടെ രാഹുൽ സദാശിവൻ എന്നുള്ള രണ്ട് സെല്ലിംഗ് പോയിന്റുള്ളതുകൊണ്ട് എനിക്കതിൽ വിജയത്തിൽ വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഇവർ രണ്ടുപേരെയും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് തന്നെയാണ്. അമ്മാതിരി സംഭവം എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ഇങ്ങനൊരു വിജയത്തിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇപ്പം ഒരു പോസ്റ്റ് ആളുകൾ കണ്ടത് എ ജം എറ്റ് ടു ബി ഡിസ്കവേർഡ് എന്നാണ് ചേട്ടൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് പറയണം. കാരണം അത്രയും നിഗൂഢതകൾ നിറഞ്ഞാണ് ആ സ്ക്രീനിൽ ഞങ്ങൾ ചേട്ടനെ കണ്ടത്. അപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച് കേട്ടപ്പോഴത്തേക്കും ആദ്യം എന്താണ് തോന്നിയത് സ്റ്റോറി അറിഞ്ഞപ്പോൾ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ല തന്നിരുന്നത്. എനിക്കൊരു ഇങ്ങനൊരു ക്യാരക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നു. ഇതുപോലൊരു ഇൻ്റർവ്യൂവിലാണ് എൻ്റെ ഇൻ്റർവ്യൂ ആണ് ആദ്യം അദ്ദേഹം കാണുന്നത്. അത് കണ്ടിട്ടാണ് ഈ ക്യാരക്ടർ നോക്കിക്കുന്ന സമയത്ത് ദിൻനാഥ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകനുണ്ട്, ദിൻനാഥ് പുത്തഞ്ചേരി. പുള്ളിയാണ് ഈ ഒരു ക്യാരക്ടറിനെ തിരക്കി നടക്കുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റീല് കാണുകയും എടുത്ത് ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളി എന്നെ കാണാൻ വിളിച്ചു. അത് കഴിഞ്ഞ് അപ്പോഴൊരു കൺഫർമേഷൻ തന്നിരുന്നില്ല. ജസ്റ്റ് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും കണ്ടു. 1-2 കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം പ്രൊഡക്ഷനും ഓക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പടത്തിലേക്ക് ഉണ്ടായത്. പിന്നെ ഈ കഥ പറഞ്ഞു തന്നിരുന്നു, ഇങ്ങനെയാണ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. മുഴുവൻ കഥയും പറഞ്ഞു, സ്ക്രിപ്റ്റും തന്നിരുന്നെങ്കിലും ഇതിനു വേണ്ടി ഒരു പ്രിപ്പറേഷനും ചെയ്യരുത്, ആകെ ചെയ്യേണ്ടത് ഇത്തിരി താടി വളർത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മേക്കപ്പ് പോലും ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു. സോ പിന്നെ വന്നപ്പോഴത്തേക്കും എനിക്കറിയില്ല, ഇതിൻ്റെ വായിക്കുമ്പോൾ ഉള്ള സാധനമല്ലല്ലോ, നമ്മൾ ഔട്ട് എന്ന് പറയുന്ന സാധനം ഡയറക്ടറുടെ മനസ്സിലുള്ളതാണ്. അതിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി എനിക്ക് ആ സമയത്ത് ഞാനൊരു ഡിസ്കഷൻ ചെയ്തിട്ടുമില്ല. എനിക്ക് ജസ്റ്റ് കേട്ടൊരു ക്യാരക്ടറൊക്കെ. പിന്നെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രാഹുലിൻ്റെ ഒരു പടത്തിൽ ഒരു സീനെങ്കിലും ചെയ്യണമെന്ന്. കഴിഞ്ഞ 2 പടങ്ങൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്ത കൊതി വന്ന ഒരാളാണ്. 3ാമത്തെ പടം വന്നപ്പോഴത്തേക്കും ഞാൻ അവസരം കിട്ടി. അപ്പോൾ കൂടെയുള്ള ആക്ടർ പ്രണവാണെന്ന് അറിയായിരുന്നു ഫസ്റ്റ് ടൈം? അതറിയായിരുന്നു. കാര്യം പ്രണവിനെ വെച്ചാണ് പടം അനൗൺസ് ചെയ്തത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതാണെന്ന് അറിയാമായിരുന്നു. പക്ഷെ വേറെ ഒന്നുമില്ല, പുള്ളിയും വന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പടത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെയാണ് പരിചയപ്പെടുന്നത്. പക്ഷെ 2ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിലൊരു സിങ്കായി, ഭയങ്കര വൈബായി, ഭയങ്കര കൂട്ടായി. സോ അതിൻ്റെ ആ ഒരു കെമിസ്ട്രിയുടെ റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാനും പറ്റുന്നുണ്ടായിരുന്നു. കാരണം സ്ക്രീനിൽ മുഴുവൻ നിങ്ങൾ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓൺ സെറ്റിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ, പ്രണവും ചേട്ടനും? അത് ഭയങ്കര ഒരു പ്രണവ് മോഹൻലാൽ എന്നുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹത്തെ
സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ അതിന് അപ്പുറത്തേക്ക് പുള്ളിക്ക് മറ്റെന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചാർത്തിക്കൊടുത്ത് നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുള്ളിയും ഡിസ്റ്റർബ്ഡാണ്. അതെനിക്ക് മനസ്സിലായി. സോ നമ്മൾ അദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ട് മാത്രം കണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായിട്ട് മാത്രം കണ്ടപ്പോൾ പുള്ളിക്കും ഭയങ്കര കംഫർട്ടായി. പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു കൂട്ടായി. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് സിനിമയിൽ ഇങ്ങനെ നല്ലൊരു എന്താ റിസൾട്ട് ഇങ്ങനെ കിട്ടി. ആദ്യം മധുസൂദൻ പൂറ്റി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ചേട്ടനോട് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഫീൽ ചെയ്ത് എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു സീൻ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുത്തിന് ഒരു സ്ക്രിപ്റ്റോടെ തന്ന് വെൽക്കം ചെയ്തപ്പോഴത്തേക്കും എന്താ മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ മനയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റുന്നത് പോലെ ആയിപ്പോയി. അതിനകത്തെ ആ ഒരു ലൂപ്പിൽ പിടിച്ച് നമ്മളെ ഇട്ടു. രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞൊരു ലൂപ്പുണ്ടല്ലോ, നമ്മൾ കയറാൻ ആഗ്രഹിച്ചൊരു ലൂപ്പാണ്. അതിനകത്തേക്ക് വിളിച്ച് കയറ്റുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. അതായിരുന്നു. രാഹുൽ സദാശിവൻ എന്ന ഇപ്പം ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്? മധുസൂദൻ പൂറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണമെന്ന് ആദ്യമേ പുള്ളിക്കാരനൊരു വിഷൻ തന്നിരുന്നോ, അതോ ചേട്ടനോട് കൂടുതൽ ആയിട്ടിടാനാണ് പറഞ്ഞിരുന്നത്? ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്യണ്ട. ഈ ക്യാരക്ടറിന് വേണ്ടി ഒരു പ്രിപ്പറേഷനോ ഒന്നിനും ശ്രമിക്കേണ്ട. നിങ്ങളായിട്ട് എൻ്റെ മുമ്പ് വന്ന് നിന്ന് തന്നാൽ മതി, ബാക്കി ഞാൻ നിങ്ങളെ യൂസ് ചെയ്തോളാം, അതെനിക്കറിയാം എന്ന് പറഞ്ഞു. പുള്ളി അമ്മാതിരി ഒരു കോൺഫിഡൻസ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് വരും. പുള്ളിക്കൊരു ടൂൾ മാത്രമാണ് നമ്മൾ. ആ ടൂൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. ഇതിൽ ചേട്ടൻ ഗോസ്റ്റിനെ കണ്ട് പേടിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓൾറെഡി കാണുന്നില്ലല്ലോ, ആ ഒരു സമയത്ത് ഡയറക്റ്റ്ലി കാണാത്ത സെറ്റിൽ ഒരുപാട് പേര് നിൽക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതൊരു സംഭവം. എങ്ങനെയാണ് ആ പേടി ഉള്ളിൽ കിട്ടിയത്? ആ ഒരു പേടിൻ്റെ ഫീലിംഗ് ഞാൻ പറഞ്ഞത് ആദ്യ ദിവസം മുതൽ തന്നെ, അല്ലെങ്കിൽ സിനിമയെ പറ്റി പറയുമ്പോൾ തന്നെ പുള്ളിയുടെ ഉള്ളിൽ എന്താണെന്നുള്ള, ഈ രാഹുൽ എന്ന് പറയുന്ന ഡയറക്ടറുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അത് നമ്മളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാനെന്നുള്ളൊരു വ്യക്തിക്ക്, ഒരു ആക്ടറിന് നമുക്ക് ഒരു ക്യാരക്ടറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്യാരക്ടർ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരണം. എന്നിട്ട് നമ്മൾ ആ ക്യാരക്ടറിനെ വെളിയിലേക്ക് കൊണ്ടുവരണം. അപ്പം അത് കാണുന്നവർക്ക് ജിബിൻ അവിടെ കാണാൻ പാടില്ല, ജിബിനെ അല്ല കാണേണ്ടത്, ആ ക്യാരക്ടർ മാത്രം കാണണം. അത് ഏത് സിനിമയായാലും അത് വളരെ ഈസി ആയിട്ട് അദ്ദേഹം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. നമുക്കൊരു ക്യാരക്ടറിനെ പിടിച്ച് നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്ങനെയാണ്. അതൊരു ഭയങ്കര പ്രശ്നമുള്ള, അദ്ദേഹം ചെയ്യുന്ന ഇപ്പോൾ ഡയറക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്ര ഈസി ആണോ എന്ന് തോന്നുന്നു. ഒരാളിനെ ക്യാരക്ടറാക്കി മാറ്റാൻ ഒരാളല്ലല്ലോ, ആ പടത്തിലെ ഒരു സീനിൽ വന്ന് പോകുന്നവർ പോലും വൻ അഭിപ്രായം നേടി. എല്ലാവരും നല്ല പ്രകടനമായിരുന്നു, എല്ലാവരും നല്ല ആക്ടേഴ്സ് എന്നാണ്, എല്ലാവർക്കും അപ്രീസിയേഷൻ കിട്ടിയതാണ്. അത് ആ ഒരു പ്രകടനം കണ്ടായിരിക്കില്ലല്ലോ ഒരിക്കലും ഈ ക്യാരക്ടറിലേക്ക് അവരെ തിരഞ്ഞെടുത്തത്. ആ ആളിനെ തിരഞ്ഞെടുത്തതിന് ശേഷം ഈ ക്യാരക്ടർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും? അത് ആ ഡയറക്ടർക്ക് ആ ആളിനെ അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ്. അത് അദ്ദേഹം അവിടെ എന്ത് ചെയ്തു, വർക്കൗട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ മുന്നത്തെ മൂവീസ് രാഹുൽ കണ്ടിട്ടുണ്ടാവും? ഇല്ല, കണ്ടിട്ടില്ല. തുറന്നു പറഞ്ഞു, അരുണിന്റെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരു വക കണ്ടിട്ടില്ല. ചിലപ്പോൾ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ പ്ലാൻ ചെയ്യുമല്ലോ. പുള്ളി ആകെ കണ്ടിട്ടുള്ളത് ഒരു ലിങ്ക്, എൻ്റെ ഒരു വീഡിയോ ലിങ്ക് ദിനാഥ് അയച്ചു കൊടുത്തൊരു വീഡിയോ, മീൻസ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം യഥാർത്ഥ ജീവിതത്തിൽ ചേട്ടനൊരു പോലീസുകാരൻ കൂടെയാണ്. അപ്പോൾ പോലീസുകാരനിൽ നിന്നാണ് കാക്കിക്കുള്ള കലാകാരൻ എന്നാണ് ഞാൻ ഒരുപാട് ടാഗ് ലൈൻസ് ചേട്ടനെ കുറിച്ച് കണ്ടത്. അതിനുശേഷം 2-3 പോലീസ് കഥാപാത്രങ്ങളും ചെയ്തിരുന്നു. കോൾഡ് കേസിലും കണ്ണൂർ സ്ക്വാഡിലൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ യഥാർത്ഥ കാക്കി എക്സ്പീരിയൻസും സ്ക്രീനിലെ കാക്കി എക്സ്പീരിയൻസിന് എന്തെങ്കിലും ഇതുണ്ടോ? ഒരു ബന്ധമില്ല. അയ്യോ, നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ പോലീസ് ജീവിതത്തിലെ ആ ഒരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സിനിമയിൽ കാണുന്ന പോലീസുകാരനേ അല്ല. ഒരിക്കലും നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മളിനി എത്ര റിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞാലും ശരി, ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആയിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളും ക്രമീകരണങ്ങളും ഉണ്ട്. അതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയുടെ സ്വഭാവം, ചില സ്വാതന്ത്ര്യങ്ങളും ചില അസ്വാതന്ത്ര്യങ്ങളും കൂടെ ചേർന്നതാണ്. അതൊരിക്കലും സിനിമാറ്റിക് ആവില്ല. അത് സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും സിനിമയ്ക്ക് അത്
പുറത്ത് കാണിക്കുന്നതിനൊരു പരിധിയുണ്ട്, അത്രേ പറ്റുള്ളൂ. ഷാഹി കബീർ മൂവീസ് എല്ലാം കൂടുതലും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആണ് റിയൽ പോലീസ് ജീവിതത്തോടെന്ന് പറയാറുണ്ട്. അപ്പോൾ ചേട്ടൻ കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്തിട്ട്? അതിൽ പുള്ളി അദ്ദേഹം മാക്സിമം അത് പറഞ്ഞു, സിനിമയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അദ്ദേഹം അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാര്യം അദ്ദേഹം ഒരു പോലീസുകാരൻ കൂടി ആയതുകൊണ്ട് പുള്ളിക്ക് അത് അറിയാം, അത് എവിടെയൊക്കെ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ പോലീസ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ് ജോലി ക്വിറ്റ് ചെയ്തിട്ട് ആക്ടിങ്ങിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വിറ്റ് ചെയ്തല്ല 5 വർഷം ലീവ് എടുത്തു അല്ലേ, അത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ ഡിസിഷനാണ്. ആ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ച ഘടകം എന്തായിരുന്നു ചേട്ടനെ? കോൺഫിഡൻസ്, അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഞാനിവിടെ സിനിമാ താരം ഈ ഇവിടെ അങ്ങ് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മീൻസ് അങ്ങനെ ഒരു ഹൈ ലെവലിലേക്ക് എത്താം എന്നൊരു ചിന്തയിൽ നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റേതായിട്ടുള്ള ഞാൻ എന്താണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ദിവസം ഉണ്ടാകും. അതിനിങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു കാലഘട്ടമോ അല്ലെങ്കിൽ ഇന്ന വർഷമോ എന്ന് ഞാൻ പറഞ്ഞ് എവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ഞാനെന്നുള്ള വ്യക്തിക്ക് അഭിനയിക്കാൻ സാധിക്കും. എനിക്ക് മാക്സിമം നല്ല രീതിയിൽ ഏത് കഥാപാത്രം വേണമെങ്കിലും, ഏത് കഥാപാത്രം മീൻസ് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കൊരു എന്താണ് ഒരു സ്റ്റേജ് വേണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയുള്ളൊരു വെയിറ്റിങ്ങിൽ തന്നെയാണ് ഞാൻ ഇത്രയും നാൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിനകത്ത് നിന്നുകൊണ്ട് കളിച്ച് നമ്മൾ കാര്യങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം പ്രൂവ് ചെയ്യാൻ ആരോട്? ആദ്യം എന്നോടാണ്. കാര്യം ഞാനാണ് സ്വയം ഡിസിഷൻ എടുത്തേക്കുന്നത് ഇവിടെ എത്ര നാൾ കഴിഞ്ഞാലും എനിക്കിവിടെ നല്ല വേഷങ്ങൾ ചെയ്ത് സിനിമയിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം അത് സ്വയം തോന്നിയ സമയത്താണ് നമ്മൾ ഇപ്പം എനിക്ക് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം തരുന്ന എൻ്റെ ജോലി ദീർഘകാലത്തേക്ക് ലീവാക്കി വെച്ചിട്ട് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത, യാതൊരുവിധ സെക്യൂരിറ്റിയും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക്. പക്ഷേ ഈ ഒരു സെക്യൂരിറ്റി ഇല്ലായ്മയൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പം കുഞ്ഞുനാൾ മുതലേ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് എനിക്കതൊരു പേടിപ്പെടുത്തലൊന്നും ആയിരുന്നില്ല. എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് എനിക്ക് തരാൻ പറ്റുന്ന രീതിയിലൊക്കെ ലീവ് തന്നു. ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അവർക്കും ഒഫീഷ്യലി അതിനെ സഹായിക്കുന്നൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു ഡിസിഷൻ എടുത്തത് പോലും ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് എൻ്റെ വീട്ടുകാർ പോലും അറിയുന്നത് ഏകദേശം ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ പോകാതിരിക്കാൻ കണ്ടിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം സിനിമ ഉണ്ടായിട്ടൊന്നുമല്ല, സിനിമയും ഇല്ല ജോലിയും ഇല്ല, ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ പോവാത്തത് എന്ന് വീട്ടിൽ ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ ലോങ് ലീവ് എഴുതി കൊടുത്തു 5 കൊല്ലത്തേക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അവിടെ കഴിഞ്ഞു. വേറെ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല? റിയാക്ഷൻ എൻ്റെ സ്വഭാവം അറിയായിരുന്നു. ഇതെപ്പോഴായാലും ഞാനിത് ജോലി എടുത്ത് ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോരുമോ, അതോ ഡെസേർട്ടർ ആവുമോ, അതോ ഇനി ലീവ് എടുത്ത് വരുമോ എന്നുള്ള ഡൗട്ട് മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇക്കാര്യം 100%. അപ്പോൾ ഒരുപാട് സിനിമേനെ ആഗ്രഹിച്ച ഒരാളാണ്. ഒരുപാട് ചാൻസ് ചോദിച്ചിട്ടൊന്നും പറഞ്ഞു. ഇപ്പം കൈ നിറയെ അത്യാവശ്യം സിനിമകളുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു സിനിമയാണ് കളങ്കാവലിലുണ്ട്. കളങ്കാവലിൽ എങ്ങനെ മമ്മൂട്ടിയായിട്ട് കോംബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? കോംബോയ്ക്ക് അപ്പുറത്തേക്ക് കുറേ ദിവസം നമ്മളേറ്റവും കൊതിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് കളങ്കാവലിലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആ ഒരു അത്യാവശ്യം വലിയ ക്യാരക്ടറാണ്. അത് പടത്തിൽ അങ്ങറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഷൂട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ക്യാരക്ടറാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പടം. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ എന്നെ ഏറ്റവും ആ സിനിമയോട് അടുപ്പിക്കുന്നത് ഈ പറഞ്ഞ മമ്മൂട്ടി സാറാണ്. അത്രയും കൊതിയാണല്ലോ നമുക്ക് അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിനോടൊപ്പം എന്തെങ്കിലും സംസാരിക്കാൻ, അദ്ദേഹമുള്ള സ്ഥലത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കാൻ, അദ്ദേഹം ലൈവ് പെർഫോം ചെയ്യുന്നത് അടുത്തുനിന്ന് കാണാൻ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, അതിപ്പോൾ ഏതൊരു സിനിമ ആഗ്രഹിക്കുന്ന ആൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അപ്പം അതിൽ അങ്ങനെ ഒരു സിനിമയിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് വേറെന്താ നോക്കാനുള്ള ഒന്നുമില്ല, നമ്മളെങ്ങനെ സ്വയം സമർപ്പിച്ച് അവിടെ ചെന്ന് നിൽക്കുക എന്നുള്ളേ ഉള്ളായിരുന്നു. ഈ പറഞ്ഞ പോലെ വളരെ അടുത്ത് നിന്ന് കണ്ടിങ്ങനെ കോരിത്തരിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അപ്പോൾ DSRലേക്ക് വരാണെങ്കിൽ അതിൽ നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും ആ സിനിമ കണ്ടവർക്ക് മാത്രമേ ചേട്ടൻ്റെ ക്യാരക്ടർ നമ്മൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ചെയ്യിച്ചു എന്ന് മനസ്സിലാവും. അത്രയും നിഗൂഢതയേറിയ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അഭിനയിച്ച ഏതെങ്കിലും ഒരു സീനിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ഏതായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകുന്നൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എൻ്റെ എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, ആ സിനിമയിൽ ഏത് ഭാഗത്തൊന്നും പറയുന്നില്ല, ഒരു സോളോ ഒരു സംഭവമുണ്ട്. ഒറ്റയ്ക്ക് പെർഫോം ചെയ്യേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വലിയൊരു സീനാണ്. കുറച്ച് നേരമുണ്ട് ആ സീൻ. കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ സിനിമ മനസ്സിലായി കാണും. അപ്പോൾ ആ സീൻ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും അതൊക്കെ എനിക്കറിയില്ല. എന്തായാലും ആ സീൻ ചെയ്യുമ്പോൾ എനിക്കൊരു വായിച്ചു വെച്ചതുപോലെ ആയിരുന്നില്ല, അതിൻ്റെ ക്രമീകരണങ്ങൾ വേറെ സെറ്റപ്പിലായിരുന്നു.
അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണോ ഇതൊക്കെയാണോ എന്ന് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരല്പം കോൺഫിഡൻസ് കുറഞ്ഞ അവിടെയുണ്ട്. ഇപ്പം ചേട്ടാ ഇത് ഞാൻ ചെയ്യണത് വർക്കാവൂലേ, കാര്യം ഇത് അമ്മാതിരി നല്ല സീനാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ സ്ക്രീൻ മൊത്തം ചേട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് മനസ്സിലായല്ലോ സീനായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ടെൻഷൻ ഉണ്ടായത്. പിന്നെ വാവ് കൊള്ളാം സൂപ്പർ നൈസ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടി, നമുക്ക് റൂട്ടിലാണെന്നുള്ളത് മനസ്സിലായി. അപ്പം വേറെ ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിനകത്തുള്ള എല്ലാ സീനും എല്ലാവരും ഒരുപോലെയാണ് കണ്ടേക്കുന്നത്. കാര്യം ഈ ക്യാരക്ടറിനെ എല്ലാവർക്കും തന്നിട്ടുള്ളത് കൊണ്ട് ആ ചെയ്യുന്ന മൊമെൻറ്റിൽ, ആ ടേക്ക് എടുക്കുന്ന ടൈമിൽ എല്ലാവരും ആ ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഒറിജിനലി കരയുന്നത് നമുക്ക് കണ്ണീര് വരുമ്പോഴാണ്. ഈ കണ്ണീര് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് സങ്കടമാണോ ഇവരുന്ന് കരയുന്നല്ലോ എന്ന്. പക്ഷെ ഞാനിപ്പോൾ ഒരു കള്ളക്കരച്ചിൽ എറിഞ്ഞാൽ അപ്പുറത്തിരിക്കണം ചിരിക്കുകയുള്ളൂ. ഈ ഒരു സെയിം സംഭവം തന്നെയാണ് അഭിനയിക്കുമ്പോഴും നമ്മൾ ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്നതെല്ലാം വളരെ നാച്ചുറൽ ആയിരിക്കും. ആ ക്യാരക്ടർ പേടിക്കുമ്പോൾ കാണുന്നവൻ പേടിക്കും, ആ ക്യാരക്ടർ കരയുമ്പോൾ കാണുന്നയാൾ കരയും, ആ ക്യാരക്ടറിനെ ഒരു തമാശ ഫീൽ ചെയ്യുമ്പോൾ അത് കാണുന്നവൻ തമാശ ഫീൽ ചെയ്യും. അത് തന്നെയാണ് ഏതൊരു സിനിമയുടെയും ഒരു ക്യാരക്ടർ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഈ പറഞ്ഞ ആ ക്യാരക്ടറിൻ്റെ കറക്റ്റ് സ്വഭാവം ഞാനെന്ന് പറയുന്ന ജിബിൻ എന്ന് പറയുന്ന എൻ്റെ ശരീരത്തിലേക്ക് ഈ സമയത്ത് കൃത്യമായിട്ട് ഡയറക്ടർ ശരിയാക്കി വെച്ച് തന്നിട്ടുണ്ട്. അത് എനിക്കറിയാം ആളെന്താണ്, അയാളുടെ പൊതു സ്വഭാവം എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പിന്നെ ആ ക്യാരക്ടർ ആ മൊമെൻറ്റിലെത്തുമ്പോൾ നമുക്കൊരു കിക്ക് കിട്ടും. ആ കിക്ക് പിടിക്കാൻ ഒരു 2 മിനിറ്റ് എടുത്താലും ആ കിക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കറക്റ്റ് ആ ക്യാരക്ടറിൻ്റെതായിട്ടുള്ള സാധനം പുറത്തു വരും. ഇതൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മുന്നേ സോഷ്യൽ മീഡിയയിൽ കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ അത് ചെയ്തതാണോ, അതോ വാഴയിലെ ക്യാരക്ടറാണോ, ഏതാണ് ചേട്ടനെ കൂടുതൽ അറിയപ്പെടുന്നത്? അതോ ഇപ്പം DSR ഇറങ്ങിയതിന് ശേഷം അതിലുള്ള ക്യാരക്ടറാണോ ആളുകൾ കുറച്ചും കൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നത്? വെച്ചാൽ അതിപ്പം സ്വാഭാവികമായിട്ടും നമുക്കിപ്പം DSR എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ ഓഫീസിലേക്ക് കയറുമ്പോൾ താഴെ നിൽക്കണ 3-4 പയ്യൻസൊക്കെ ഇവിടെ വന്നിട്ട് എന്നെ അറിയില്ല അവർക്കാർക്കും, പക്ഷേ ആ പടത്തിൻ്റെ ഒരു മെറിറ്റ് എനിക്ക് മനസ്സിലായത് അവർ വന്നിട്ട് ചേട്ടാ ഗംഭീരമായിരുന്നു കേട്ടോ, ഞാനാണോ അതാണോ എന്ന് ചോദിക്കാൻ പോലും അവർ നിന്നിട്ടില്ലായിരുന്നു. പക്ഷേ വന്നിട്ട് എന്നോട് പറഞ്ഞത് ചേട്ടാ ഗംഭീരമായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കിക്ക് ഉണ്ടല്ലോ, അത് വേറെയാണ്. അത് നമ്മൾ ചെയ്തൊരു സാധനം നമ്മളെ വെച്ചിട്ട് വിൽക്കുമ്പോൾ അത് കിട്ടുന്നയാളിന്റെ സാറ്റിസ്ഫാക്ഷൻ അമ്മാതിരി ആവുമ്പോഴാണ്. അല്ല അതായിരിക്കാം, അതും ആവാം. മീൻസ് അതങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് ക്യാരക്ടർ എത്തി എന്നുള്ളത്. ഞാനിവിടേക്ക് വരാൻ ഒരു ഓട്ടോ പിടിച്ച് ഒരു ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അപ്പുറത്ത് മെയിൻ NH കൂടെ ബൈക്കിൽ പോയ പിള്ളേരിങ്ങനെ നോക്കി പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ ഊബർ എത്തി ഞാൻ കയറാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇവർ ഊബറിൻ്റെ കുറുകെ കൊണ്ടുവന്ന് ബൈക്ക് നിർത്തിയിട്ട് ചേട്ടാ ജസ്റ്റ് ഒന്ന് കണ്ടോട്ട് കേട്ടോ, അത് കൺഗ്രാറ്റ്സ് പറയാനാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു. ഭയങ്കര സത്യം പറയാൻ കണ്ണ് നിറഞ്ഞു പോയി. മീൻസ് ഞാനാണോ എന്ന് പോലും ഒരു കൺഫേം ചെയ്യാതെ എൻ്റെ അടുത്ത് വന്നിട്ട് അത് സൂപ്പറായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ആ ക്യാരക്ടർ കിട്ടിയതിൻ്റെ അത് തന്നെയാണ് അത് പറയുന്നത്. അതിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നേരത്തെ പോലെയല്ല ഈ പറഞ്ഞു. പക്ഷേ എന്നെ ഇപ്പോഴും നിലനിൽക്കാൻ സഹായിച്ച കുറേ പടങ്ങളിലൊന്നാണ് വാഴയൊക്കെ. കാര്യം വാഴ എന്ന് പറയുന്ന പടത്തിലെ സീനുകളെല്ലാം ഈ തിയേറ്ററിലാവട്ടെ, അത് കഴിഞ്ഞ് റീൽസായിട്ട് കിടന്ന് ഓടുമ്പോഴാവട്ടെ എല്ലാവർക്കും അതൊരു വർക്കൗട്ടാണ്. പലരുടെയും ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ആ ക്ലൈമാക്സിലെ സാധനമൊക്കെ. കാര്യം ലോൺ എടുത്ത് പിള്ളേരെ പഠിപ്പിക്കാൻ നടക്കുന്ന ആ സംഭവമൊക്കെ പലരെയും എല്ലാവരുടെയും കണക്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര മൈലേജ് ചെയ്യുന്ന സിനിമയാണ്. എസ്പെഷ്യലി കൊച്ചു പിള്ളേർക്കിടയിൽ ഇപ്പം DSR കൊച്ചു കുട്ടികളെ കാണിക്കാൻ പറ്റില്ല, 18+ ആണ് സിനിമ റേറ്റിങ്ങിൽ. അപ്പം പക്ഷെ വാഴ എന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള കുട്ടിയോട്ട് കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഞാൻ ഇപ്പം ഫംഗ്ഷനുകളിലൊക്കെ സ്കൂളുകളിലൊക്കെ പങ്കെടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് വാഴയങ്ങളെന്നാ പിള്ളേർ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്നെ വാഴയങ്ങളെന്നാ വിളിക്കുന്നത്. ആദ്യം ഞാൻ എനിക്ക് ഇത് നല്ലതായിട്ട് എടുക്കണോ വേണ്ടേ, പിന്നെ എനിക്ക് മനസ്സിലായി ആ ക്യാരക്ടർ അവര് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണല്ലോ. അപ്പൊ ഇതിപ്പം വലിയ ആൾക്കാരെല്ലാം DSR കണ്ടിട്ട് അടുത്ത് വരുന്നു, സംസാരിക്കുന്നു. അത് അപ്പം ആ ലെവലിലുള്ള ആൾക്കാർക്കും നമ്മളെ കിട്ടി എന്നുള്ളതാണ്. ഈ വാഴ കൊണ്ട് എനിക്ക് ഏറ്റവും ഉപയോഗമുണ്ടായത് ഏറ്റവും ചെറിയ പിള്ളേർക്ക് പോലും എൻ്റെ മുഖം കിട്ടി എന്നുള്ളതാണ്. ഇതിപ്പോൾ എല്ലാ ജനറേഷനിലുള്ളതൊക്കെ നമ്മളെ വർക്കാവുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ചേട്ടൻ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് കിട്ടിയ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? ഇഷ്ടം പോലെ ചെയ്യുന്ന ഓരോ മൊമെന്റും അഭിനയിക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാം എനിക്ക് ഹാപ്പിയസ്റ്റ് മൊമെന്റുകളാണ്. എല്ലാ മൊമെന്റ്സും. ഇപ്പം വാഴയ്ക്ക് മുമ്പാണെങ്കിൽ പോലും ഞാൻ
2018 ജൂഡ് സാറിൻ്റെ 2018 എന്ന് പറയുന്ന സിനിമ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ആ സീൻ ഫസ്റ്റ് ഹാഫിൽ ഒരേ ഒരു ത്രില്ലിംഗ് മൊമെന്റ് ആയിട്ട് വരുന്നത് ഞങ്ങളുടെ സീനാണ്. ഞാനും ലാൽ സാറ്, നരയൻ, അങ്ങനെയുള്ള. അപ്പം ഞങ്ങൾ കടലിലുള്ള സീനാണ്. അപ്പോൾ ആ പേരെഴുതി കാണിക്കുന്ന ആ സീനിലാണ് 2018 വെള്ളപ്പൊക്കത്തിന്റെ ആ കാഠിന്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഫസ്റ്റ് ഹാഫിൽ ഒരേ ഒരു സീൻ അതാണ്. അപ്പൊ അത് കണ്ട് ഇറങ്ങിയതിന് ശേഷവും ഇതുപോലെ ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തി. ആൾക്കാർക്ക് വിശ്വസിക്കാൻ വയ്യായിരുന്നു. ഒരു പോലീസുകാരനായി ഞാനൊരു കടൽ മത്സ്യത്തൊഴിലാളിയായിട്ട് അഭിനയിച്ചത് ഞാൻ തന്നെയാണെന്നുള്ള പേരിൽ പലരും അന്വേഷിച്ചു വന്നായിരുന്നു. എടാ നിനക്കത് ഇങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായത് ഈ 2018 പറ്റി പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്കൊരു പരിചയമുള്ള ഒരു ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ലേഡി, ഒരു സ്റ്റാഫ് ഓഫീസർ പറഞ്ഞു, നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ച് കാണിക്കണേ, ഒന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ, ഹസ്ബൻഡ് കടലിലാണ്, മീൻസ് ഷിപ്പിലെ ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അല്ല പുള്ളി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ യാദൃച്ഛയായിട്ട് ഞാൻ വിളിക്ക്, കാണാം, സംസാരിക്കാം. പുള്ളി സിനിമ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് അവർ ഇപ്പം ലീവ് കഴിഞ്ഞ് തിരിച്ച് ഷിപ്പിലാണെന്ന് പറഞ്ഞ് വിളിക്കുന്നു. വിളിച്ചപ്പം പുള്ളി പെട്ടെന്ന് എടുത്തിട്ട് ഭയങ്കര അയ്യോ എന്ന് പറഞ്ഞിട്ട് പറയാണ്. പുള്ളി എന്നോട് ആദ്യം ചോദിച്ചത്, നിങ്ങൾ കടലിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു, യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഈ ആരെങ്കിലും കടലിൽ പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ട ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ കപ്പലിൻ്റെ മുമ്പിൽ വിട്ടുപോകുന്നൊരു വള്ളത്തിലെ ഒരാളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, മീൻസ് ഒരു കടലിൽ പോകുമ്പോഴത്തേക്ക് കപ്പലിൻ്റെ മുമ്പ് ഇവർ പെട്ടുപോയി എന്നുള്ളത്, എൻജിൻ തകർന്ന് കിടക്കുമ്പോഴത്തേക്കും എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞു, ഞാനിത് പലവട്ടം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഷിപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പെട്ടുപോയിട്ട് ആൾക്കാർ ഈ ജീവൻ മരണ പോരാട്ടം പോലെ കടലിൽ ചാടുന്നതും പിന്നെ പെട്ടുപോയിട്ട് ഇങ്ങനെ കപ്പൽ കണ്ട് ആ അന്തം വിട്ട് കരയുന്നതും ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പലവട്ടം കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ വന്ന് പെട്ടുപോകാറുണ്ട്, ചെറിയ ചെറിയ വള്ളങ്ങളും ബോട്ടുകളൊക്കെ. അയാൾ കണ്ട കാഴ്ചകളിലെ പലതും ഞാൻ ചെയ്തതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓസ്കാറിന് മുകളിൽ അവാർഡ് കിട്ടിയില്ല. ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമായിരുന്നു അത്. അപ്പം ആ സാധനം, അയാളുടെ പരിഭ്രമം, അയാളുടെ പരിഭ്രാന്തി, അയാളുടെ ആ ഒരു ടെൻഷൻ, അയാളുടെ എല്ലാ വിധത്തിലുള്ള ആ ഒരു മാനസികാവസ്ഥ, കടലിൽപ്പെട്ട് ഈ പെരുമഴയത്ത് കപ്പലിൻ്റെ മുമ്പിൽ പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ, അത് അയാൾക്ക് കറക്റ്റ് അതുപോലെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ സോറി സാറേ എന്ന് പറഞ്ഞില്ല, ചേട്ടാ എന്ന് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ പുള്ളി എന്നോട് കുറേ നേരം സംസാരിച്ചു. അതൊക്കെ നമുക്ക് കിട്ടിയ വളരെ വളരെ വലിയൊരു അവാർഡായിട്ടാണ് ഞാൻ കരുതുന്നത്. ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്റർ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ കണ്ടപ്പം? ഞാൻ കുറേ സിനിമകളിൽ ഞാൻ ഈ ജൂനിയർ ആക്ടറായിട്ട് വീട്ടിലാണ്. അപ്പോൾ ഒരു 50 അടുപ്പിച്ച് പടങ്ങൾ, 40 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് ഞാൻ പഠിച്ചത് MG കോളേജിലാണ്, ട്രിവാൻഡ്രം, ലാലേട്ടൻ പഠിച്ചത്. അതെ, അപ്പോൾ അവിടെയാണല്ലേ പഠിച്ചത്? അവിടെയാണ് പഠിച്ചത്. ഓക്കെ, നൈസ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, കേട്ടോ. അപ്പോൾ ഒരു തവണ ഈ താണ്ഡവം എന്ന് പറയുന്ന സിനിമ ട്രിവാൻഡ്രത്താണ് ഷൂട്ട് കിടക്കുന്നത്, ഷാജി കൈലാസ് സാറിൻ്റെ. അപ്പോൾ ഇതിന് കുറേ ജൂനിയർ ആക്ടേഴ്സിനെ വേണമായിരുന്നു. അപ്പം എനിക്ക് കോളേജിൽ പോയ ഈ ഒരു മെയിൻ പരിപാടി ഞാൻ പൈസയ്ക്കോ കാര്യത്തിനൊന്നും വേണ്ടിയിട്ടൊന്നുമില്ല. എനിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ സിനിമാക്കാരെയൊക്കെ കണ്ട് ഏത് ആർട്ടിസ്റ്റായാലും നമുക്ക് കാണാം, സിനിമ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാം. നമ്മുടെ എന്നും ഉള്ളൊരു കൊതി ഇത് മാത്രമല്ലേ. ഈ നമ്മുടെ ഈ ഒരു ലൊക്കേഷനുമായിട്ട് ചേർന്ന് നിന്ന് പോകുക എന്നുള്ളത് ജീവിതത്തിൽ എന്നും കൊതിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ലൊക്കേഷനിൽ ചെന്ന്, എനിക്കിപ്പോഴും ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എവിടെയെങ്കിലുമൊക്കെ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പരിചയമില്ലെങ്കിൽ ഞാൻ പോകാറുണ്ട്. പക്ഷെ ഇപ്പം ആളുകൾക്ക് കുറേ ആൾക്കാർക്ക് എന്നെ അറിയാം, ചെല്ലുമ്പോൾ തന്നെ വലിയ കാര്യമായിട്ട് നമ്മളെ റിസീവ് ചെയ്യാറുണ്ട്. പക്ഷേ അറിയുന്നതിന് മുമ്പും എനിക്ക് വെറുതെ നിൽക്കുമ്പോൾ ഞാൻ തിരക്കും. ട്രിവാൻഡ്രത്താണല്ലോ, മിക്കവാറും ട്രിവാൻഡ്രത്താണ്. അപ്പം ഞാൻ എവിടെയെങ്കിലും ആ ഒരു ജില്ലയുടെ ചുറ്റുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ആ സെറ്റിൽ പോകുന്നു. വെറുതെ ഒന്നും വേണ്ട, വെറുതെ അവിടെയൊക്കെ പോയി ഒരു 1.5 മണിക്കൂറൊക്കെ കറങ്ങിത്തിരിഞ്ഞ് പരിചയമുള്ള. ഇപ്പോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ പ്രൊഡക്ഷനിലെ ഒത്തിരി ആൾക്കാരൊക്കെ പരിചയം, ചേട്ടന്മാരൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ ചേട്ടന്മാരുടെ ഉൾപ്പെടെ ചാൻസ് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഡയറക്ടറോടൊക്കെ ഒന്ന് പറയണേ, ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മളൊരാളാണ്, എന്തെങ്കിലും ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് പറ്റൂല എന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ് നോക്കട്ടെ കേട്ടോ, നമുക്ക് പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും വലിയ നന്ദി അതുകൊണ്ടൊക്കെയാണ്. അത് നടക്കൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ തീർന്നു പോകേണ്ട സ്ഥലത്ത് നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുള്ള എത്രയോ ചേട്ടന്മാർ പറഞ്ഞിട്ട് അറിയുമ്പോൾ നമ്മുടെ വഴിക്ക് വരട്ടെ, നമ്മൾ സാറിനെ പറയാം കേട്ടോ, ഡയറക്ടർ സാറിനെ പറയാം എന്നൊക്കെ പറയുമ്പോൾ അവരെയൊക്കെ നമുക്കിങ്ങനെ ചേർത്ത് പിടിച്ച് എപ്പോഴും കെട്ടിപ്പിടിച്ച് കൊണ്ട് നടക്കാൻ തോന്നുന്ന കാര്യം അതാണ്. നമ്മളൊരു ബഡ്ഡിങ് സ്റ്റേജിൽ നിൽക്കുന്ന ടൈമിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് അവർ പറയാണ്, അത് നമുക്ക് നോക്കാം കേട്ടോ, ഞാൻ പറയാം, നടക്കായിരിക്കും അന്ന് പിന്നത്തെ കാര്യം.
പക്ഷെ പോസിറ്റീവായിട്ട് ഒരാൾ തരുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് നമുക്ക് അല്ലേ. അതെ അതെ അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ നീ പറഞ്ഞ താണ്ഡവത്തിൽ അപ്പം കണ്ടു. അപ്പം ഞാൻ ഈ ബഹളം മീൻസ് എങ്ങനെ ഒരു ലാലേട്ടൻ വരുന്നൊരു സീനാണ് എടുക്കുന്നത്. അപ്പം റിഹേഴ്സൽ ടൈമിൽ ഇപ്പം ഞാനിങ്ങനെ എനിക്ക് നിൽക്കുന്ന സ്ഥലം ഒരു സൗകര്യക്കുറവ്, കാര്യം ക്യാമറ അപ്പോഴും നോക്കണ്ടല്ലോ. ഇങ്ങനെ പോകുമ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായി ഇങ്ങനെ ആയിരിക്കും ലാൽ സാർ വരുന്നത്, ലാലേട്ടൻ വരുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടായി. അപ്പം ഞാൻ നൈസ എന്നെ നിർത്തിയെടുത്ത് നിന്ന് നൈസ അങ്ങോട്ട് അവിടെ നിന്നാണ് പറഞ്ഞ് നീ ഇവിടെ തള്ളിക്കൊള്ളണം, നിങ്ങൾ വന്നാൽ മതി എന്നൊക്കെ മോശമായിട്ടൊക്കെ എന്നോട് സംസാരിക്കും. അപ്പം അയാളെ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ശരിയെന്ന് പറയുന്നത് 2 തവണ ആയപ്പോഴും 2 തവണ റിഹേഴ്സൽ ചെയ്തപ്പോഴും ഇതാ. അപ്പോൾ ലാൽ സാർ അപ്പോഴും വന്നിട്ടില്ല, സാർ ടേക്കിലേ വരുന്നുള്ളൂ അന്ന്. വേറെ ഒന്നുമില്ല, ഒരു ലോങ് ഷോട്ട് ഇങ്ങനെ ക്രൈന എന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും ഇയാൾ നേരെ വന്നിട്ട് ഒരു അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞ് നീ വാ, മറ്റേ ആളെ ചീത്ത വിളിക്കാൻ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കൊരു വിഷമം തോന്നിയിട്ടാണ് തോന്നുന്നത്. നേരെ എന്നെ വിളിച്ച് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ശരി, അപ്പോൾ ഇനി മാറാക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലാൽ സാർ വരുന്നു. നേരെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്തൂടെ ഇങ്ങനെ പതിയെ നടന്ന് വന്ന് അവിടെ സ്ലോ ആയി എന്നിട്ട് പോകും. ഇതാണ് സാധനം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ സീനിലുണ്ട്. അപ്പം അത് കഴിഞ്ഞ് 2 ദിവസം പിന്നെയും ഞാൻ വെറുതെ പോകുമായിരുന്നു കോളേജിൽ കയറാൻ നേരെ പോണ ലൊക്കേഷനിലോട്ടാണ്. അത് കുതിരമാളിയെ കൊട്ടാരത്തില ഷൂട്ടാണ് തിരുവനന്തപുരത്ത്. അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞ് റിലീസ് ഡേയിൽ ഞാൻ പ്രത്യേകത വെച്ചാൽ റിലീസ് ഡേയിൽ എസ്പെഷ്യലി ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ ആണെങ്കിൽ റിലീസ് ഡേയിൽ തന്നെ MG കോളേജ് സകലരും പോകും. അപ്പം ഇങ്ങനെ പോയി. അപ്പം നമ്മളെ ഒരു ലോഡ് പേപ്പർ മറ്റേ കീറി ടിക്കറ്റ് ഇതെല്ലാം കീറിയിട്ട് മറ്റേ മിഠായി വാരി എറിയൽ നമ്മൾ ആഘോഷമാണല്ലോ. ഇന്നത്തെ മൂഡ് സിനിമകളിലല്ല അന്ന്. ഈ രാവണപ്രഭുവൊക്കെ ഞാൻ അന്നങ്ങനെ കണ്ടിട്ടുള്ള ആളാണ്. ആ പണ്ട് അയ്യോ ഇതിനേക്കാളും വൈബിൽ ഞങ്ങൾ ആഘോഷിച്ച പടമാണ്. അപ്പോൾ ഇങ്ങനെ സീൻ വന്നു. അപ്പം ഈ സാധനം എത്തി. അപ്പം ഒരു ക്രൂഷ്യൽ ടൈമാണത്. കാര്യം ലാലേട്ടൻ്റെ ചേട്ടൻ നെടുമുടിയാണ് സാർ മരിച്ചു കിടക്കുന്നതിലേക്ക് ലാലേട്ടൻ ഇതൊന്നും അറിയാതെ അവിടെ വരുമ്പോഴത്തേക്കാണ് ആൾക്കൂട്ടം കണ്ടു. പുള്ളിക്കെന്തോ തോന്നി അപകടമാണ് എന്നുള്ളത് ഇങ്ങനെ വരുന്ന സീനിൽ ഇങ്ങനെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സ്ലോ മോഷനില്ല ലാലേട്ടൻ ഇങ്ങനെ വരുന്നു. പിന്നെ പുള്ളിയുടെ മുഖത്ത് ആ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഒരു മിഡ് ഷോട്ട് പോലെ ഇങ്ങനെ നടന്നു വരിക. ഭയങ്കര അത്ര സ്ലോയിലായിരുന്നു. ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് വന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ എന്താ ഒരു സ്റ്റേ ആയി ക്യാമറ. അപ്പോൾ അവിടത്തേക്ക് ലാലേട്ടൻ അതിലിങ്ങനെ എനിക്ക് വന്ന് ഇങ്ങനെ സ്ലോ ആയി നിൽക്കുകയാണ് സാധനമാണ്. ഞാനങ്ങ് ഞെട്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട്. കാര്യം എന്നെ ആദ്യമായിട്ട് ശ്രീകുമാർ തിയേറ്ററിലെ ആ വലിയ സ്ക്രീനിൽ ഇങ്ങനെ നിറച്ചങ്ങ് നിർത്തിയേക്കാണ്. ഞാനെന്നുള്ള എൻ്റെ ഉള്ളിലെ ആ ഒരു എനിക്ക് സിനിമാക്കാരനാവണം എന്നുള്ളതിന് മീൻസ് അല്ലെങ്കിൽ ഒരു സിനിമ അതാ പറഞ്ഞത്. ഭയങ്കര പിന്നെ ഭയങ്കര ക്രെഡിറ്റ് അല്ലേ കൂട്ടത്തിലെ കോളേജിൽ നിന്ന് എത്ര പേര് പോയിട്ട് നമ്മുടെ സാധനമാണല്ലോ ഒന്ന്. എൻ്റെ കൺട്രോളൊക്കെ പോയിട്ട് ഉണ്ടായിരുന്ന പേപ്പർ മിഠായിയൊക്കെ വാരി എറിഞ്ഞ്. പക്ഷെ ആ മൊമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഭയങ്കര സൈലൻസാ. കാര്യം അമ്മാതിരി മ്യൂസിക്. അത് കേട്ടാൽ മനസ്സിലാവും മ്യൂസിക്കൊക്കെ ഭയങ്കര സങ്കടം. മറ്റേ വലിയ നേതാക്കളൊക്കെ മരിക്കുമ്പോൾ ആ ഇത്തരം മ്യൂസിക്കൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ടൈമില് ഞാൻ എൻ്റെ കൺട്രോള് തെറ്റിയിട്ടാണ് ഞാൻ ഒരു വിളിച്ച് ഏതൊരു സാധനം. എൻ്റെ അമ്മേ, എനിക്ക് വേറെ ചുറ്റും ഒന്നും കാണാൻ വയ്യ, ഒന്നും അറിയാൻ വയ്യ. നല്ല രീതിയിൽ ചീത്തവിളി പറഞ്ഞിട്ടുണ്ട്, അതും എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നല്ല ചീത്തവിളി കിട്ടിയെങ്കിലും ലാലേട്ടൻ കരയുമ്പോൾ ഞാൻ ഇവിടെ കിടന്ന് ആഘോഷിച്ചതിനുള്ള ചീത്തയാണ് എനിക്ക് കിട്ടിയത്. അന്ന് ലാലേട്ടന്റെ കൂടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്ന ആളാണ് ഇന്ന് മമ്മൂക്കന്റെ കൂടെ സ്ക്രീൻ സ്പേസിൽ അഭിനയിക്കാൻ പോകുന്നത്. സ്ക്രീൻ സ്പേസിൽ അതേ ത്രൂ ഒരു ക്യാരക്ടർ ചെയ്യുന്നു. അതേ ലാലേട്ടൻ്റെ മകൻ്റെ കൂടെയാണ് ഞാൻ ത്രൂ ഒരു പടത്തിൽ അഭിനയിക്കുകയും ചെയ്തത്. അതൊരു ഭയങ്കര ഒരു എന്താ പറയാനാ, അതൊക്കെ ഈ വിധിയുടെ വിളയാട്ടം നമുക്കൊക്കെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമുക്ക് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. അതിൽ വേടന് ലിറിസിസ്റ്റിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടെയാണ് വേടൻ. എന്ത് ഫീൽ ചെയ്യുന്നു അത് കേട്ടപ്പോൾ? അത് ഭയങ്കര സന്തോഷമുണ്ടെന്നേ. കാര്യം ഇന്നത്തെ ലോകം അറിയുന്ന വേടന് മുമ്പുള്ള വേടനെയാണ് എനിക്കറിയുന്നത്. എനിക്ക് അറിയുന്നുള്ള വേടനാണ്. എനിക്ക് പുള്ളി ഈ ലെവലിലേക്ക് എത്തിയതിന് ശേഷം വല്ലപ്പോഴും വിളിക്കുന്ന, ഇടയ്ക്ക് ഒരു തവണ വീട്ടിൽ വന്നിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കാലഘട്ടത്തിൻ്റെ വേടനെ എനിക്ക് അധികം അടുത്ത് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പുള്ളിയുടെ ആയിട്ടുള്ള ഒരു പഴയ കാലഘട്ടമുണ്ട്. വളരെ ചെറിയൊരു വേടൻ. അവനെ ഞാൻ ഹിരണെന്ന് വിളിച്ചാൽ എന്നെ തിരുത്തി, എന്നെ വേടാന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്ന ഒരാൾ. കുറേ നാൾ സഹമുറിയനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരിടത്ത് താമസിച്ചിരുന്നത്. മീൻസ് എൻ്റെ വീട് തൊട്ടടുത്താണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ കയറാതെ നിൽക്കുന്ന ടൈമിൽ അവിടെ തന്നെയായിരുന്നു. അപ്പം അവൻ അവിടെ ആ ഒരു ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളായിരുന്നു. ചെറിയ പയ്യൻ. ഒരു 2011-12 കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഒരു 12 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ഭീകരമായിട്ടൊരു അടുപ്പുണ്ടായിരുന്നതാണ്. അതിനുശേഷം കോവിഡ് ടൈമിൽ എൻ്റെ പിള്ളേരെയൊക്കെ കാണാൻ വന്നിരുന്നു. ഇടയ്ക്ക് ഭയങ്കര ആ സ്നേഹം അവൻ എപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് ഈ അടുത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ
എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എടോ പോലീസുകാരാ എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ ചേട്ടാന്ന് വിളിക്കും, പിന്നെ ചിലപ്പോൾ എടോ പോലീസുകാരാ. ഞാൻ കിടന്ന് കറങ്ങിയതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഇപ്പോൾ തിയേറ്ററുകളിലെ കാണുന്നുണ്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം അവന് തിരക്കാണ്, ഒരു ദിവസം പോലും ഫ്രീ ആയിട്ടുള്ള ഒരാളല്ല, ലോകം മൊത്തം സഞ്ചാരമാണ്. പിന്നെ 100 കാര്യങ്ങളാണ്, അവൻ്റേതായിട്ടുള്ള 100 കാര്യങ്ങളുണ്ട്. സോ കണ്ടിട്ട് എല്ലാം കണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. വിളിച്ചിട്ട് കിട്ടാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻഗേജ്ഡ് ആയിരുന്നു, എന്തായിരുന്നു വിളിച്ചപ്പോൾ കിട്ടാതെ അപ്പോൾ തന്നെ കട്ട് ചെയ്തു. ഡീസൽ കണ്ടിട്ട് പിന്നെ ഒത്തിരി പേര് സിനിമയെന്ന് എന്നെ ഏറ്റവും നല്ല കമന്റ് എവിടെ നിന്നായിരിക്കും കിട്ടി ഇൻഡസ്ട്രിയിലൊന്ന് ഡിയസറിനെ പറ്റി? അന്ന് തന്നെ പ്രിവ്യൂ കണ്ടിട്ട് അന്ന് തന്നെ മഞ്ജു ചേച്ചി വന്നിട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഭയങ്കര നിങ്ങളുടെ ക്യാരക്ടർ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സൗബിക്ക വന്നിട്ട് പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ടുണ്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞു. പിന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, റിലീസിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ CV സാർ E4 എൻ്റർടൈൻമെൻറ്റ് പോകണം. അപ്പോൾ പുള്ളി എന്നെ ഫോൺ വിളിച്ചു. അപ്പോൾ എനിക്ക് അദ്ദേഹമാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ഞാനാണ് ഇങ്ങനെ ആണ്. അപ്പോൾ ഞാൻ ലോകത്ത് ഈ പേരുള്ള ഒറ്റ മനുഷ്യൻ എനിക്കറിയുള്ളൂ, അപ്പോൾ ഇദ്ദേഹമാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയി, ആരപ്പോൾ പിന്നെ ഈ പേരിൽ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് ആ ആൾ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു, നല്ല രസമായിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ടാണ് ചെയ്യുന്നത്, ആ ക്യാരക്ടർ അമ്മാതിരി ചോദിച്ചിട്ട് കുറേ പേര് വിളിച്ചു കേട്ടോ. പിന്നെ ദിലീപേട്ടൻ മെസ്സേജ് അയച്ചിരുന്നു, ഇവിടെ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് ഓക്കെ. പിന്നെ ഇതിപ്പോൾ ഇന്നലെ സാറ് പടം കണ്ടിട്ടില്ല, മമ്മൂട്ടി സാർ പടം കണ്ടിട്ടില്ല. പക്ഷെ ഇന്നലെ ഞങ്ങൾ അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ചെന്ന് കണ്ടപ്പോഴത്തേക്കും നിൻ്റെ സിനിമ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, നന്നായി കേട്ടോ എന്നൊക്കെ പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പോയി, എന്നോട് ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കിളി വിളിച്ച് എന്തിനാ സംഭവം എന്നുള്ള പെട്ടെന്ന് കിട്ടിയില്ല. അപ്പം അങ്ങനെയൊക്കെ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അന്ന് തന്നെ പ്രണവിൻ്റെ അമ്മ പറഞ്ഞിരുന്നു, സുചിത്രമേം പറഞ്ഞിരുന്നു, നന്നായി ചെയ്തു കേട്ടോ, ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ടവരൊക്കെ ആരും ഇതുവരെയും മോശമൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എനിക്ക് പരിചയമില്ലാത്ത എത്രയോ ആൾക്കാർ നമ്പർ എടുത്ത് വിളിച്ചു, കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ നല്ല നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർ നല്ലത് പറഞ്ഞു. എനിക്കത് ഭയങ്കര സന്തോഷം. പിന്നെ സീരിയസ്ലി ഇമോഷണൽ സന്തോഷം. തീർച്ചയായിട്ടും. അതിപ്പം ഞാൻ ഇമോഷണൽ ആയില്ല, പിന്നെ എപ്പോഴും ഇമോഷണൽ ആവാനാ. ഇത് അഭിനയത്തിനെ കുറിച്ച് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപദേശം എന്തായിരിക്കും ചേട്ടൻ? അങ്ങനെ ഉപദേശം എന്നുള്ളതല്ല, പലപ്പോഴും പറയാറുണ്ട്, എന്നോട് എപ്പോഴും പറയാറുണ്ട്, നീ അല്ലാതായി മാറരുത്. ആരെന്ത് പറഞ്ഞാലും നിൻ്റെ ഒരു നേച്ചറുണ്ട്, അത് എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേച്ചറാണ്. നിന്നെ വർക്കാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നീ മാറി നിന്നാൽ മതി, അല്ലാതെ നീ വേറൊരാൾക്ക് വേണ്ടി മാറാൻ നിൽക്കരുത്. നീ മാറി നിന്നാലും മാറാൻ നിൽക്കരുത്. നിൻ്റെ ഈ ബേസിക് നേച്ചറുണ്ട്, അതങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം ആയിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊന്ന് സംസാരിച്ചതിലും ഡിയസറിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിലും ഒരുപാട് നന്ദിയുണ്ട്. എനിക്കൊന്ന് എല്ലാവരും ഡിയസറെ പോയി കാണണം. മധുസൂദൻ പോറ്റീനെ ഉറപ്പായിട്ടും തിയേറ്ററിലെ സ്ക്രീനിൽ തന്നെ എല്ലാവരും കാണണം. തീർച്ചയായിട്ടും കാണണം കേട്ടോ, എല്ലാവരും കാണണം. കണ്ട് ഒരാളെന്നുള്ളതല്ല, ആ സിനിമ ഒരു ടോട്ടാലിറ്റിയുടെ ഭാഗമാണ്. അതൊരു ആർട്ടിസ്റ്റുകളുടെ ഭാഗം മാത്രമായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ളതല്ല, ഒരു കുറേ ആൾക്കാരുടെ നല്ലൊരു വർക്കാണ്. അത് 100% ആത്മാർത്ഥതയോടെ ഒരു കള്ളമില്ലാതെ എനിക്ക് പറയാൻ പറ്റും. ഒരു കൂട്ടം നല്ല ആർട്ടിസ്റ്റുകളുടെയും ഒരു കൂട്ടം നല്ല ടെക്നീഷ്യൻസിൻ്റെയും കൂടെ ഒരു ആകെത്തുകയാണ് ഡിയസറി എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നു എന്നുള്ളതും നമുക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.